Hi, my dear children. How are you all? I hope all of you are doing good. So, dears, we were moving through the story The Mysterious Picture by Charles D. Coster. I hope all of you watched our last video. So, what happened in the last class? Yes, we saw our hero Tile in the story. Then he reached in the palace of Archduke of Battenberg. Then Tile gave a gift of Lady of Virgin to the Archduke of Battenberg, and he was selected as the court painter. Then Tile asked for some food. So, ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. എന്തൊക്കെയാണ്? ടൈൽ വാസ് എ വാണ്ടറർ. അദ്ദേഹം ഒരു പെയിൻറ്റർ കൂടിയാണ്. അദ്ദേഹം ആർച്ച് ഡ്യൂക്കിൻ്റെ പാലസിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ അദ്ദേഹം ക്യാപ്റ്റൻ ഓഫ് ഗാർഡിനെ കാണുന്നുണ്ട്. അല്ലേ, 25 ഇയർ ഓൾഡ് ആയിട്ടുള്ള ക്യാപ്റ്റൻ ഓഫ് ഗാർഡിനെ കാണുന്നുണ്ട്. അതുപോലെ ടൈൽ കൊണ്ടുവന്നൊരു ഗിഫ്റ്റ് ആർച്ച് ഡ്യൂക്കിന് കൊടുക്കുന്നു. ദെൻ ഹി വാസ് സെലക്റ്റഡ് ആസ് ദ കോർട്ട് പെയിൻറ്റർ. ടൈല് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് അദ്ദേഹത്തിനെ ആ കോർട്ട് പെയിൻറ്ററാക്കി മാറ്റുന്നുണ്ട് ആര്? ആർച്ച് ഡ്യൂക്ക്. ദെൻ ടൈൽ ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് ഫുഡ് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ കുതിര വരുന്ന വഴിക്കൊക്കെ റോഡ് സൈഡിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, പക്ഷേ I feel very hungry and I had not eaten anything for the last 3 days. ലാസ്റ്റ് 3 ദിവസമായിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് ആര് പറയാണ്? ടൈല് പറയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്. സോ ഓൾ ഓഫ് യു ടേക്ക് ഔട്ട് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റീഡ് വിത്ത് മീ. അപ്പോൾ ടൈല് ആർച്ച് ഡ്യൂക്കിനോട് ഫുഡ് ചോദിക്കുമ്പോൾ ആർച്ച് ഡ്യൂക്കിൻ്റെ റിപ്ലൈ ആണ് കേട്ടോ. ദ ആർച്ച് ഡ്യൂക്ക് സ്മൈൽഡ് ആൻഡ് സെഡ്, വെൽ മൈ ഡിയർ ഫെലോ, you will certainly have something more solid than dreams to feed on. But where is your donkey? ഇപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ ഇത്രയും ദിവസം ഈ 3 ദിവസം ഇവിടുത്തെ റോയൽ ഫുഡ് സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നമാണ് ഞാൻ ഭക്ഷിച്ചിരുന്നതെന്ന് ടൈൽ പറയുന്നുണ്ട്. അപ്പോൾ പറയാണ്, സ്വപ്നമല്ല, യഥാർത്ഥത്തിലുള്ള ഫുഡ്, സംതിങ് മോർ സോളിഡ് ദാൻ ഡ്രീംസ്, സ്വപ്നത്തേക്കാൾ മനോഹരമായ, സ്വപ്നത്തേക്കാൾ യാഥാർത്ഥ്യമായിട്ടുള്ള ഫുഡ് ഞാൻ തരാം. എവിടെയാണ് നിൻ്റെ ഡോങ്കി എന്ന് ചോദിക്കുകയാണ് ആർച്ച് ഡ്യൂക്ക്. I left him outside, opposite the palace. I shall be most grateful if Jeff is looked after. He needs a little fodder and lodging at night, said Tile. ഞാൻ അവനെ പുറത്ത് കെട്ടിയിട്ടുണ്ട്. പാലസിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഞാൻ അവനെ കെട്ടിയിട്ടുള്ളത്. അവനെ നന്നായി നോക്കുകയാണെങ്കിൽ ഞാൻ കൂടുതൽ സന്തോഷവാനായിരിക്കും. ജെഫിനെ കൂടി ഒന്ന് പരിപാലിക്കുകയാണെങ്കിൽ ഞാൻ കൂടുതൽ സന്തോഷവാനായിരിക്കും എന്ന് ആര് പറയാണ്? ടൈൽ പറയാണ്. അവന് ആകെ കുറച്ച് ഫുഡും താമസിക്കാൻ കുറച്ച് സ്ഥലവും. ഫുഡ് ആൻഡ് ഫോഡർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഡർ ആൻഡ് ലോഡ്ജിങ്, ഫുഡും അതേപോലെ ലോഡ്ജിങ്ങും, താമസിക്കാൻ ഒരിടവും മാത്രം കൊടുത്താൽ മതി എന്ന് പറയാണ് ടൈൽ. ദ ആർച്ച് ഡ്യൂക്ക് ഇമ്മീഡിയറ്റ്ലി ഓർഡേർഡ് ദ ഡോങ്കി ടു ബി ടേക്കൻ കെയർ ഓഫ് ആൻഡ് ഹി ആഡഡ്, ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് അപ്പം തന്നെ എന്ത് ചെയ്തു? ഓർഡർ ചെയ്തു. എന്ത് ഓർഡറാണ് കൊടുത്തത്? ആ ഡോങ്കിയെ നന്നായിട്ട് കെയർ ചെയ്യണം, എൻ്റെ സ്വന്തം ഒരു ആനിമലിനെ പോലെ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യണം എന്ന് ആർച്ച് ഡ്യൂക്ക് ഓർഡർ കൊടുത്തു. ബിഫോർ ലോങ് supper was served and it was like a wedding feast. The tables were loaded with every kind of food and drink. Wine flowed like water. The courtiers stuffed themselves with the choicest dishes. The Archduke made Tile eat and drink until his stomach was about to burst. So, കുറച്ച് നേരത്തിന് ശേഷം സപ്പർ സെർവ് ചെയ്യപ്പെട്ടു. അതൊരു വെഡ്ഡിങ് ഫീസ്റ്റ് പോലെയായിരുന്നു, ഒരു കല്യാണ സദ്യ പോലെ മനോഹരമായിട്ടുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു സദ്യയായിരുന്നു അത്. ടേബിൾസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡും ഡ്രിങ്കും കൊണ്ട് നിറഞ്ഞു. വൈൻ വാട്ടർ പോലെ ഒഴുകി. കോട്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആ കൊട്ടാരത്തിലുള്ള ബാക്കിയുള്ള ആൾക്കാർ, അവരെല്ലാവരും ഒരുപാട് ഡിഷസ് ഇഷ്ടത്തിനനുസരിച്ച് കഴിച്ചു. ആർച്ച് ഡ്യൂക്ക് ടൈലിന് അടുത്തിരുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ വയറ് പൊട്ടുന്നത് വരെ നിർബന്ധിച്ച് ഓരോന്ന് കഴിപ്പിച്ചു. ആർച്ച് ഡ്യൂക്കും ഒരുപാട് കഴിച്ചു. ദ ആർച്ച് ഡ്യൂക്ക് ടു ate heartily. His face was flushed with drink, but he seemed lost in thought. He suddenly looked up and said loudly, "Our court painter must paint our portrait, so that we will have the satisfaction of leaving our memory to our descendants. We too have to take our place in history along with our noble ancestors whose portraits adorn these walls. It is sad to think of death,
പെട്ടെന്ന് ആർച്ച് ഡ്യൂക്കും ഭക്ഷണമൊക്കെ കഴിച്ചു. അദ്ദേഹവും നന്നായിട്ട് തന്നെ കഴിച്ചു. ഒരുപാട് ഡ്രിങ്ക്സും കഴിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് ഫ്ലഷ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്, അതായത് ചുവന്ന് തുടുത്തിരിക്കുകയാണ് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട്. പക്ഷേ അദ്ദേഹം എങ്ങനെ കാണപ്പെട്ടു? ചിന്തയിൽ മുഴുകിയിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു. പെട്ടെന്ന് അദ്ദേഹം മുകളിലേക്ക് നോക്കിയിട്ട് ഉറക്കെ പറഞ്ഞു, ഈ കോട്ട്, ഈ ഒരു പാലസ് എൻ്റെ പോർട്രേറ്റ് വെച്ച് അലങ്കരിക്കപ്പെടണം. എൻ്റെ പെയിൻറ്റിങ്, എൻ്റെ ചിത്രം ഇവിടെ വരയ്ക്കപ്പെടണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കോട്ട് പെയിൻറ്റർ അത് വരച്ചു തരണം. എന്നാലാണ് എനിക്ക് ഇവിടെ നിന്ന് മരിച്ചു പോകുമ്പോൾ എൻ്റെ ഒരു ചിത്രം ഇവിടെ ബാക്കി വെച്ച് പോയി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. നമുക്ക് വരാൻ പോകുന്ന തലമുറയ്ക്ക് ഞാനിവിടെ ജീവിച്ചിരുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ എൻ്റെ ഒരു പോർട്രേറ്റ് ഈ ഒരു കൊട്ടാരത്തിൽ വെക്കണമെന്ന് ആര് പറയാണ്? ആർച്ച് ഡ്യൂക്ക് പറയാണ്. We too have to take our place in history along with our noble ancestors. എൻ്റെ മുന്നത്തെ ആൻസസ്റ്റേഴ്സ്, അതായത് എൻ്റെ മുൻഗാമികളായിട്ടുള്ള ആൾക്കാർ, എൻ്റെ പിൻതലമുറക്കാർ, ആൻസസ്റ്റേഴ്സ് അല്ലേ, എനിക്ക് മുന്നേ മരിച്ചു പോയ എൻ്റെ പിതാമഹന്മാർ, അവരുടെ ചിത്രം ഈ കൊട്ടാരത്തിൻ്റെ വാളുകളിൽ, ചുമരിൽ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഇനി വരുന്ന ആൾക്കാർക്ക് എന്നെ കാണാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യണം? ഈ ചിത്രം ഇവിടെ തൂക്കിയിടണം എന്ന് അദ്ദേഹം പറയാണ്. ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കത് വിഷമാണ്. വി ഡു നോട്ട് നോ വെൻ ഗോഡ് വിൽ തിങ്ക് ഫിറ്റ് ടു സമ്മൺ us, ബട്ട് അവർ പോർട്രേറ്റ് ഷുഡ് ബി പെയിൻറ്റഡ്. അപ്പം ദൈവത്തിനറിയാം എപ്പോഴാണ് നമ്മളെ വിളിച്ചു ചേർക്കുകയെന്ന്, അല്ലേ? ദൈവം എപ്പോൾ വിളിക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പോർട്രേറ്റ് ചിത്രം ഇവിടെ പെയിൻറ്റ് ചെയ്ത് വെക്കണമെന്ന് ഒരു ആഗ്രഹം അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നുകയാണ്. Tyle quickly replied, "Your lordship's slightest wish is to me command. All the same, I do feel rather unhappy about painting your lordship all by yourself. It is not terrible to think of your lordship being lonely for ever and ever. Don't you think, ladies and gentlemen, that His Highness should be accompanied at least by Her Highness, her ladies, the noble generals and captain who adorn their court?" പെട്ടെന്ന് ടൈൽ റിപ്ലൈ കൊടുത്തു. ഈ എൻ്റെ ലോർഡ്ഷിപ്പിൻ്റെ, എൻ്റെ രാജാവിൻ്റെ എൻ്റെ ആർച്ച് ഡ്യൂക്കിൻ്റെ ചെറിയൊരു ആഗ്രഹം പോലും എനിക്ക് കമാൻഡായിട്ടാണ് തോന്നുന്നത്, ഒരു ആജ്ഞയായിട്ടാണ് തോന്നുന്നത്. എനിക്കും ഇതേപോലെ ഫീൽ ചെയ്യുന്നുണ്ട്, അത് വേണമെന്ന് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കൊരു സങ്കടമുണ്ട്. അതായത് രാജാവിനെ തനിയെ, ആർച്ച് ഡ്യൂക്കിനെ തനിയെ പെയിൻറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം എന്നേക്കുമായിട്ട് ഒറ്റയ്ക്കായി പോവും, അല്ലേ? ആ പെയിൻറ്റിങ്ങിൽ രാജാവ് മാത്രമേ ഉള്ളൂ വെച്ചാൽ അദ്ദേഹം ഫോർ എവർ ആൻഡ് എവർ, എന്നേക്കുമായിട്ട് അദ്ദേഹം എന്താവും? ബീയിങ് ലോൺലി, ഒറ്റയ്ക്കായിട്ട് പോവും. അപ്പോൾ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, നിങ്ങൾക്കും തോന്നുന്നില്ലേ ഈ ഹൈനസ്, രാജാവ് ഒറ്റയ്ക്ക് ആ ചിത്രത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊരു വിഷമല്ലേ എന്ന് ചോദിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തെ ആരൊക്കെ അക്കമ്പനി ചെയ്യണം? അദ്ദേഹത്തിൻ്റെ ഹെർ ഹൈനസ് ആർച്ച് ഡ്യൂക്കിൻ്റെ വൈഫ്, അതുപോലെ ഹെർ ലേഡീസ്, തോഴിമാർ, നോബൽ ജനറൽസ്, അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, ദെൻ ക്യാപ്റ്റൻസ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം? ദേ ഹാവ് ടു അഡോൺ ദിസ് കോട്ട്. അവരൊക്കെ ഈ ഒരു കോട്ട് മീൻസ് പാലസിന് അലങ്കരിക്കുന്നവരാണ്. അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണ്ടേ ചിത്രം വരയ്ക്കാനായിട്ട്? എ കോട്ട് ലൈക്ക് ദിസ് ഹാവ് ഫ്യൂ റൈവൽസ് ഇൻ സ്പ്ലെൻഡർ, ലവ്ലിനെസ് ആൻഡ് ചിവാൽറി. എന്നാൽ മാത്രമേ അത് അത്രയും മനോഹരമായിട്ട് മാറുള്ളൂ. In the midst of such valor and beauty, I will make my lord and lady shine forth like the moon surrounded by lanterns. പറയാണ്, ഇവരുടെയൊക്കെ ഇടയിൽ എൻ്റെ രാജാവിനെയും രാജ്ഞിയെയും, എൻ്റെ ലോർഡിനെയും ലേഡിയെയും എന്തു ചെയ്യും? എങ്ങനെ ആക്കി മാറ്റും? മൂൺ സറൗണ്ടഡ് ബൈ ലാൻറ്റേൺസ്, ചുറ്റുപാടും വിളക്ക് കത്തിച്ച് തെളിഞ്ഞു നിൽക്കുന്ന ഒരു മൂണിനെ പോലെ ശോഭിക്കപ്പെടും എന്ന് പറയാണ്. അതായത് ചന്ദ്രൻ ചുറ്റും താരങ്ങളാൽ, അല്ലെങ്കിൽ ചുറ്റും ദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ചന്ദ്രനെ പോലെ ഞാൻ എന്തു ചെയ്യും? വരച്ചു ചേർക്കപ്പെടുമെന്ന് പറയാണ്. ദ ആർച്ച് ഡ്യൂക്ക് തോട്ട് ദാറ്റ് ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് വിചാരിക്കുകയാണ്, ശരിയാണ്, എന്നെ മാത്രമാകുമ്പോൾ ഞാൻ എന്നേക്കും ഒറ്റയ്ക്കായി പോവും. അപ്പോൾ എൻ്റെ ഒപ്പം ഇവരൊക്കെ ഉണ്ടാവുന്നത് നല്ലൊരു ഐഡിയ ആയിട്ടാണ് ആർക്ക് തോന്നുന്നത്? ആർച്ച് ഡ്യൂക്കിന് തോന്നുന്നത്. വെൽ മൈ ഫ്രണ്ട്, യുവർ പെയിൻറ്റിംഗ് വിൽ ബി എ ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. വാട്ട് റിവാർഡ് ഡു യു എക്സ്പെക്റ്റ് ഫോർ ഇറ്റ്? അപ്പോൾ പറയാണ്, യെസ് മൈ ഡിയർ ഫ്രണ്ട്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. നിൻ്റെ പെയിൻറ്റിങ് എന്തായിരിക്കും? വളരെ വലിയൊരു പീസ് ഓഫ് ആർട്ടായിരിക്കും.
എന്താണ് ഇതിന് പാരിതോഷികമായിട്ട് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? 100 pieces of gold. You can pay it me now or later just as you please. എനിക്കൊരു 100 pieces of gold ആണ് വേണ്ടത്. 100 പീസ് ഗോൾഡ്. താങ്കൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തരാം, അല്ലെങ്കിൽ ഇഷ്ടം പോലെ പിന്നീടും തരാം, അതൊന്നും കുഴപ്പമില്ല. Here are the 100 pieces of gold in advance, said the Archduke, giving him the gold. അപ്പോൾ തന്നെ എന്ത് ചെയ്യാണ്? 100 pieces of gold എടുത്ത് കൊടുത്തിട്ട് പറയാണ്, ഇതാ ആ 100 pieces of gold അഡ്വാൻസ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. My lord, you are the most generous of masters. You will fill my lamp with oil. It will forever burn in your honor. അപ്പം അദ്ദേഹത്തിന് വളരെ സന്തോഷമായി, കാരണം ഇപ്പം തന്നെ കിട്ടിയല്ലോ 100 പീസ് ഓഫ് ഗോൾഡ്. അപ്പോൾ പറയാണ്, താങ്കൾ എത്ര ഉദാരമതിയാണ്, മാസ്റ്റേഴ്സിൽ വെച്ചിട്ട് ഏറ്റവും ഉദാരമതിയാണ് താങ്കൾ. എൻ്റെ ലാമ്പ്, എൻ്റെ വിളക്ക് താങ്കൾ ഓയിലാൽ, എണ്ണയാൽ നിറച്ചിരിക്കുകയാണ്. അതെന്നും അങ്ങയോടുള്ള ആദരവ് മൂലം അത് ജ്വലിച്ചുകൊണ്ടിരിക്കും എന്ന് പറയാണ് ടൈലിന് വളരെയധികം സന്തോഷമായി. The next day, Tile asked the Archduke to allow him to see all the courtiers who were to be painted along with him. They came and saw him one by one. The first to come was the commander-in-chief of the army. He was a short, fat, bald man with an enormous paunch. He whispered in Tile's ear, "When you paint my picture, I remember you are to make me look handsome. If you do not make my stomach look flat, I'll have you hanged. Remember, I was once a very handsome soldier." അങ്ങനെ അടുത്ത ദിവസം ടൈല് ആർച്ച് ഡ്യൂക്കിനോട് അനുവാദം ചോദിക്കുകയാണ്. എന്താണ്? ഞാൻ വരയ്ക്കേണ്ട കോർട്ടിയേഴ്സിനെ ഓരോരുത്തരെയായിട്ട് എനിക്ക് കാണണം. സോ ഓരോരുത്തരായിട്ട് 1 by 1 വരികയാണ്. ദ ഫസ്റ്റ് വന്ന ആളാണ് കമാൻഡർ-ഇൻ-ചീഫ് ഓഫ് ദ ആർമി, സൈന്യാധിപൻ അല്ലേ? മെയിൻ സൈന്യാധിപനാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസ് എങ്ങനെയായിരുന്നു? ഹി വാസ് ഷോർട്ട്, ഹൈറ്റ് കുറവായിട്ട്, ഫാറ്റ്, തടിച്ച്, ബാൾഡ് എന്ന് പറഞ്ഞാൽ കഷണ്ടിയുള്ള, മാൻ വിത്ത് ഇനോർമസ് സ്പോഞ്ച്, വളരെയധികം കുമ്പയൊക്കെ ചാടി വയറ് ചാടിയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഹി വിസ്പേർഡ് ഇൻ ടൈൽസ് ഇയർ. അദ്ദേഹം ടൈലിൻ്റെ ഇയറിലൊരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു? വെൻ യു പെയിൻറ്റ് മൈ പിക്ചർ റിമെമ്പർ യു ആർ ടു മേക്ക് മീ ലുക്ക് ഹാൻസം. എന്നെ വരയ്ക്കുമ്പോൾ ഓർക്കുക, എന്നെ നല്ല ഭംഗിയിൽ വരയ്ക്കണം, മനോഹരമായിട്ട് വരയ്ക്കണം, എൻ്റെ സൗന്ദര്യം ഒട്ടും കുറയാതെ സൗന്ദര്യം കൂട്ടിയിട്ട് വരയ്ക്കണം. ഇഫ് യു ഡു നോട്ട് മേക്ക് മൈ സ്റ്റൊമക്ക് ലുക്ക് ഫ്ലാറ്റ്, സ്റ്റൊമക്ക് വളരെയധികം കുമ്പ ആയിട്ടാണ് നിൽക്കുന്നത്, അത് മാറ്റിയിട്ട് യു ഹാവ് ടു ലുക്ക് ഇറ്റ് ലൈക്ക് ഫ്ലാറ്റ്, ഫ്ലാറ്റാക്കി വരയ്ക്കണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഐ വിൽ ഹാവ് യു ഹാങ്ഡ്, ഞാൻ നിന്നെ തൂക്കിലേറ്റും. റിമെമ്പർ ഐ വാസ് വൺസ് എ വെരി ഹാൻസം സോൾജിയർ, ഒരിക്കൽ ഞാൻ വളരെ ഭംഗിയുള്ള ഒരു സോൾജിയർ ആയിരുന്നു എന്ന് പറയുകയാണ് അദ്ദേഹം. അപ്പോൾ ഒരു ഭീഷണിയാണ് അല്ലേ ചെവിയിൽ പറഞ്ഞത്? യെസ്. An elderly lady came next. She had a large hump on her back. "Sir Painter," she said softly, "make me look young and beautiful. If you do not remove the hump on my back and supply what I lack in beauty, I will have you to torn to pieces." സോ നെക്സ്റ്റ് വന്നത് ഒരു എൽഡേർലി ലേഡിയാണ്, ഒരു പ്രായം ചെന്ന സ്ത്രീയാണ്. അവരുടെ പുറത്ത് അവർക്ക് വലിയൊരു കൂനുണ്ടായിരുന്നു. ഹമ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൂന് കൂനുണ്ടായിരുന്നു. അവർ പറയാണ്, "സർ പെയിൻറ്റർ," അവൾ വളരെ മെല്ലെയാണ് പറയുന്നത്, "മേക്ക് മീ ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ." എന്നെ യങ്ങും ബ്യൂട്ടിഫുള്ളും ആക്കി മാറ്റണം. വരയ്ക്കുമ്പോൾ എന്നെ എന്താക്കണം? വളരെ യങ്ങും ബ്യൂട്ടിഫുൾ ആക്കി മാറ്റണം. "ഇഫ് യു ഡോണ്ട് റിമൂവ് ദ ഹംപ് ഓൺ മൈ ബാക്ക് ആൻഡ് സപ്ലൈ വാട്ട് ഐ ലാക്ക് ഇൻ ബ്യൂട്ടി." എൻ്റെ പുറത്തുള്ള മുതുകിലുള്ള കൂന് കളഞ്ഞിട്ടില്ലെങ്കിൽ, അതുപോലെ എൻ്റെ ബ്യൂട്ടിയിൽ എന്തൊക്കെ കുറവുണ്ടോ അതൊക്കെ സപ്ലൈ ചെയ്യുക. എൻ്റെ സൗന്ദര്യത്തിൽ എവിടെയൊക്കെ കുറവുണ്ടോ അതൊക്കെ സപ്ലൈ ചെയ്ത് എന്നെ എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? ഐ വിൽ ഹാവ് യു ടു ടോൺ ടു പീസസ്. ഞാൻ നിങ്ങളെ വലിച്ചു കീറും. അങ്ങനെ പറഞ്ഞു. ദെൻ എ യങ് ലേഡി ഹു വാസ് ദ കമ്പാനിയൻ ഓഫ് ദ ഡച്ചസ് കെയിം ഇൻ ആസ് സൂൺ ആസ് ദ ഓൾഡ് ലേഡി ലെഫ്റ്റ്. അപ്പോൾ ഓൾഡ് ലേഡി വന്നു, ഭീഷണിപ്പെടുത്തി പോയി. നെക്സ്റ്റ് വന്നത് ഒരു യങ് ലേഡിയാണ്. അപ്പോൾ 3 പേര് വന്നു. ഫസ്റ്റ് കമാൻഡർ-ഇൻ-ചീഫ് വന്നു, ദെൻ എൽഡേർലി ലേഡി വന്നു, തേർഡ് വൺ is a young lady. Who was the companion of the Duchess came in as soon as the old lady left. She was young and pretty, but had lost 3 of her front teeth in an accident.
അപ്പോൾ അടുത്ത് വന്ന ആൾ യങ് ആണ്. ഷീ ഈസ് ലുക്ക് പ്രെട്ടി, ഷീ ഈസ് ബ്യൂട്ടിഫുൾ ഓൾസോ. പക്ഷേ അവളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവളുടെ ഫ്രണ്ട് നിരയിലെ 3 പല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു ആക്സിഡൻറ്റിൽ ഫ്രണ്ടിലുള്ള മുൻനിരയിലെ 3 പല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഷീ വോൺ ടൈൽ ദാറ്റ് ഇഫ് in her picture she did not see herself smiling with a perfect set of pearly teeth. She would have him cut into small bits by her lover. She pointed to the captain of guards. അപ്പോൾ അവൾ വന്നിട്ട് പറയാണ്, ചിത്രത്തിൽ എന്നെ എങ്ങനെ പോർട്രേറ്റ് ചെയ്യണം? എന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമായിരിക്കണം. എൻ്റെ വായിൽ ഒരു പെർഫെക്റ്റ് സെറ്റ് ഓഫ് ടീത്ത് വരച്ച് ചേർക്കണം. എനിക്ക് നല്ലൊരു ചിരി ഞാൻ ചിരിക്കണം. പെർഫെക്റ്റ് സെറ്റ് ഓഫ് ടീത്ത് വരച്ചിരിക്കണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ലവറിനോട് പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും? പീസസ് ആക്കി കട്ട് ചെയ്യും. എന്നിട്ട് ആരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ക്യാപ്റ്റൻ ഓഫ് ഗാർഡിനെ. അപ്പോൾ ക്യാപ്റ്റൻ ഓഫ് ഗാർഡിൻ്റെ ലവറാണ് ഈ യങ് ലേഡി. അപ്പോൾ അവരും വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. അപ്പോൾ 3 പേര് വന്നു, കമാൻഡർ ഇൻ ചീഫ്, എൽഡർലി ലേഡി, ദെൻ യങ് ലേഡി. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ വളരെ വലിയൊരു ടാസ്ക്കാണ് ടൈലിൻ്റെ മുന്നിലുള്ളത്. ലെറ്റ്സ് ലുക്ക് വാട്ട് ഹാപ്പൻ ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. അപ്പോൾ ഇന്ന് ഇത്രയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് നോക്കാം വാട്ട് വിൽ ഹാപ്പൻ. സോ ഡിയേഴ്സ്, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡു എ ക്യാരക്ടർ സ്കെച്ച്. ദിസ് ഇസ് എ ഹോംവർക്ക് ഫോർ യു. യു ഡോണ്ട് നീഡ് ടു ഡു ടുഡേ ഇറ്റ് സെൽഫ്. നെക്സ്റ്റ് ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താലും മതി. സോ പ്ലീസ് നോട്ട് ഡൗൺ യുവർ ഹോംവർക്ക്. പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആർച്ച് ഡ്യൂക്കിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഒരു ക്യാരക്ടർ സ്കെച്ച്? എ ക്യാരക്ടർ സ്കെച്ച് ഇസ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ക്യാരക്ടർ ബേസ്ഡ് ഓൺ ദെയർ ട്രേറ്റ്സ്. ഒരു മനുഷ്യൻ്റെ ക്യാരക്ടറിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ് ക്യാരക്ടർ സ്കെച്ച്. അവരുടെ സവിശേഷതകളെ ബേസ് ചെയ്തിട്ട്. ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സവിശേഷത, അപ്പിയറൻസ്, ഏജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ അതിനെന്തൊക്കെ എലമെൻറ്റ്സ് വേണം? ഇറ്റ് ഡിസ്ക്രൈബ്സ് അറ്റ്ലീസ്റ്റ് 2 ട്രേറ്റ്സ് ഓഫ് ദ ക്യാരക്ടർ. അദ്ദേഹം നല്ലൊരു ക്യാരക്ടറാണോ അല്ലെങ്കിൽ ബാഡ് ക്യാരക്ടറാണോ? അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ അത്. അറ്റ്ലീസ്റ്റ് 2 ട്രേറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യണം. ദെൻ ഡിസ്ക്രിപ്ഷൻ മേ ഇൻക്ലൂഡ് ഇൻഫർമേഷൻ അബൌട്ട് വാട്ട് ദ ക്യാരക്ടർ ലുക്ക് ലൈക്ക്. എങ്ങനെയാണ് അവരുടെ അപ്പിയറൻസ്, ഫിസിക്കൽ അപ്പിയറൻസ്. വാട്ട് ദ ക്യാരക്ടർ സേസ്, എന്താണ് അവരുടെ സംസാര രീതി, എങ്ങനെയാണ് അവരുടെ തോട്ട്സ് എങ്ങനെയാണ്. ദെൻ വാട്ട് ക്യാരക്ടർ ഡസ്, അവരെന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. വാട്ട് ദ ക്യാരക്ടർ തിങ്സ് ആൻഡ് ഫീൽസ്, അവരുടെ ഫീലിങ്സ്, ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട്. ദെൻ വാട്ട് അതേഴ്സ് സേ അബൌട്ട് ദ ക്യാരക്ടർ, ബാക്കിയുള്ളവർക്ക് അവരെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം. ഇത്രയാണ് ഒരു ക്യാരക്ടർ സ്കെച്ചിൽ വേണ്ടത്. അത് ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു ക്യാരക്ടർ സ്കെച്ച്, ആർച്ച് ഡ്യൂക്കിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ആർച്ച് ഡ്യൂക്ക് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഈ ഒരു സ്റ്റോറിയിൽ. അപ്പോൾ ആർച്ച് ഡ്യൂക്കിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചെയ്യാം. അതേപോലെ നിങ്ങൾ ടൈലിൻ്റെ ക്യാരക്ടർ സ്കെച്ചും കണ്ടുപിടിച്ച് വെക്കുക. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹോംവർക്കായിട്ട് നമ്മൾ തരുന്നത് ആർച്ച് ഡ്യൂക്കിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. So my dear children, I hope all of you enjoyed today's class. Thank you. Take care.